ഹായ്, രേണു സുധിയെ പറ്റിയിട്ട് ഞാൻ ഒരു വീഡിയോ കൂടി ചെയ്യാം എന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞില്ല, നേരത്തെ ഞാൻ കുറച്ച് ഇമോഷണലി ബ്രേക്ക് ആയിരുന്നു. അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറയാത്തൊരു കാര്യം എൻ്റെ തല കെട്ടിവെച്ചിട്ടാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞ കാര്യം പറഞ്ഞാൽ എനിക്കൊരു പ്രോബ്ലം ഇല്ല. ഞാൻ പറയാത്തൊരു കാര്യത്തിന് എന്നെ കിടന്നാണ്ട് ഞാൻ എന്താണ് ജാതി പറഞ്ഞ അത് പറഞ്ഞാൽ എനിക്ക് പിന്നെയും കലി വരും. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ബേസിക്കലി നമ്മൾ ഈ ഒരു ചരിത്രബോധവും ചരിത്ര പുസ്തകങ്ങളും ഒക്കെ വായിക്കുന്നത് കൊണ്ട് തന്നെ ജാതിമത വ്യത്യാസങ്ങൾക്ക് എഗൻസ്റ്റ് ആയിട്ട് സംസാരിക്കുന്ന വ്യക്തിയാണ്. എന്നെ അതിലിട്ട് കൂട്ടാന്നാണ് ആളെ പറഞ്ഞു കൊടുത്തതാണ്, ആരുടെ ഉപദേശിച്ചു കൊടുത്തതാണ്. ഒരാളെ പറ്റി വളരെ മോശമായിട്ട് ഒരു വീഡിയോ ചെയ്താൽ അത് മുക്കാതെ അവിടെ ഇട്ടിരിക്കാനുള്ള ആംബിയർ കാണിക്കണം. അത് മുക്കിയിട്ട് പിന്നെ കിടന്നുകൊണ്ട് തൊക്കൽ പിടിക്കരുത്. അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. നിങ്ങളെപ്പറ്റി ആരും ഒന്നും പറയരുതെങ്കിൽ നിങ്ങൾ വീട്ടിനകത്ത് കയറി മൂടി പൊതിച്ചിരിക്കണം. പുറത്തിറങ്ങി തോന്നിവാസങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ ഞങ്ങൾ കണ്ടാൽ പറയും. അത് ഞങ്ങളുടെ ഒരു റൈറ്റ്സാണ്. ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് പറയും. അതാണ്. ഇനി വിഷയത്തിലേക്ക് വരാം. ഇന്നലെയും മെനിഞ്ഞാന്നുമായിട്ട് 2 വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഒരു വീഡിയോയ്ക്കകത്ത് എനിക്ക് തോന്നുന്നു അതുലാണ് അത് ഇട്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. അതുൽ വിധിയൊക്കെ ഇട്ടിരിക്കുന്നതിന്. അപ്പോൾ അതിനകത്ത് ഉള്ളൊരു വിവരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ കള്ളു കുടിക്കുന്നതിനെ പറ്റിയിട്ട് മാജിക് മൊമെൻറ്റ്സ് ഇഷ്ടമാണെന്നോ അങ്ങനെ എന്തോ ഒന്ന് പറയുന്നുണ്ടായിരുന്നു. അതൊരു ബ്രാൻഡാണ് കേട്ടോ, മദ്യത്തിൻ്റെ ഒരു ബ്രാൻഡാണ്, ബർക്കാഡിയോ അങ്ങനെ എന്തോ ഒന്നാണ്. ഇനി അത് എന്തൊരു ആഡിയാണെന്ന് എൻ്റെ അടുത്ത് എനിക്ക് അതിനെ പറ്റി ഒന്നും അറിയാം. നമുക്ക് ഈ നാടൻ കള്ള് ഷാപ്പിൽ കിട്ടുന്ന കള്ള് ഇതൊക്കെ അറിയാം, അല്ല മറ്റേതിൻ്റെ ഒന്നും പേരൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ ഗൾഫിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് അവിടെയൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ്. ബർക്കാഡി, വൈറ്റ് വൈന്, മഞ്ഞ വൈന്, ചുവപ്പ് വൈന്, പിന്നെന്താ ബിസ്കി, റമ്മ്, അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിനപ്പുറം ഇത്തരത്തിലുള്ള സംഗതികളിലൊന്നും അട്രാക്ഷൻ ഇല്ല. ഒന്നാമത് ഈ സാധനത്തിന് വല്ലാത്ത മൊച്ചയാണ്, നാറ്റമാണ്. ഇതൊക്കെ അടിച്ചിട്ട് ആ പെങ്കുച്ചി കിടന്ന് ഉറങ്ങണേന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്. ഇപ്പം ഞാൻ പറയും അവർക്ക് വൈരാഗ്യം വന്നാൽ അവരിങ്ങനെയൊക്കെയാണ് പറയുന്നതെന്ന് പറയും. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കിയാൽ 9 വട്ടം ആലോചിക്കും. 1 വട്ടം 2 വട്ടം അല്ല, 9 വട്ടം ആലോചിക്കും. ഇത് പറഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തിനെ പറ്റി ചിന്തിക്കും, റീതിങ്ക് ചെയ്യും. പിന്നെയും നമ്മൾ കുറച്ചുകൂടെ അതിൻ്റെ നിയമവശങ്ങൾ അന്വേഷിക്കും. എന്നിട്ടേ നമ്മളത് ഇൻട്രൊഡ്യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ ഒരു വിഷയം ഞാൻ കൊണ്ടുവന്ന് തരികയാണെങ്കിൽ അതിനകത്ത് 100% ഷുവർട്ടി ഉണ്ടായിരിക്കും. ചുമ്മാ എത്തോ ചാടി പിടിച്ചോ ചാടി ഇടാറില്ല. വായിക്കും, നോക്കും, മനസ്സിലാക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ഇവരെ പറ്റിയ ഒരു കംപ്ലൈൻറ്റ് പൊതുവിൽ ഞാലിയാംകുഴിയിലുള്ളതെന്ന് പറഞ്ഞാൽ കുടിച്ചു കൂത്താടുക എന്നുള്ളതാണ്. അതിൽ ഈ പയ്യൻ്റെ കാര്യം അറിയാൻ ഞാൻ ഈ പയ്യനെ വിളിച്ചിരുന്നു. ആരെ? രേണുവിൻ്റെ മകനെ ഞാൻ വിളിച്ചിരുന്നു. അപ്പം മകൻ്റെ സൗണ്ടിൽ എന്നോട് മകൻ പറഞ്ഞ കാര്യമാണ്, അതെ ഞാൻ വണ്ടി ഇടിച്ചിരുന്നു, ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട് എൻ്റെ വണ്ടിക്ക്, എൻ്റെ പിന്നെ ലൈസൻസ് 3 മാസത്തേക്ക് സസ്പെൻഷൻ വരെ വന്നിരുന്നു. അതിൻ്റെ കാരണം ഞാൻ മദ്യപിച്ച് വണ്ടി ഓടിച്ചു എന്നാണ്. ചെറുക്കൻ എത്ര വയസ്സുണ്ടെന്ന് ഓർത്തോളം. ആ പൊടി പയ്യനിക്ക് ആഹാരം കൊടുക്കുന്ന അല്ലെങ്കിൽ അവനെ പഠിപ്പിക്കുന്നത് ഫ്ലവേഴ്സ് ചാനലിലെ ആൾക്കാരാണ്, ഫീസ് കൊടുക്കുന്നത് അവരാണ്. നമ്മുടെ കാശ് കൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ആർക്കും ഉത്തരം പറയേണ്ടതില്ല. പക്ഷേ നമ്മൾ മറ്റൊരാളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി അതിലാണ് നമ്മൾ ജീവിക്കുന്നത്, നമ്മൾ കണക്ക് പറയേണ്ടി വരും. അതുകൊണ്ടാണ് പലരോടും പറയുന്നത് ഭിക്ഷയ്ക്ക് പോകരുത്. ഭിക്ഷ എടുത്താൽ നമ്മൾ അതിന് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അല്ല, നമ്മൾ അധ്വാനിക്കുന്ന പൈസ ആർക്കും കണക്ക് പറയേണ്ടി വരത്തില്ല. അതാണ് അധ്വാന ഭാരത്തിൽ കിട്ടുന്ന പൈസയും ഭിക്ഷയിൽ കിട്ടുന്ന പൈസയും തമ്മിലുള്ള ഡിഫറൻസ്. ഈ പയ്യൻ ആ പറയുന്ന അവരെ ചുമ്മി നിന്ന് അവരെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി കള്ളും കുടിച്ച് ഇതുപോലെ ദൂർത്തടിച്ച് നടക്കുകയാണ്. എന്തുകൊണ്ടാണ് രേണുവിന് അത് വിലക്കാൻ പറ്റാത്തത്? അത് രേണു തന്നെ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ്. അതൊന്ന് കേൾക്കാം. ക്രിസ്മസിന് വെള്ളമല്ലാതെ വേറെ എന്തെങ്കിലും മിക്സ് ചെയ്തിട്ട് അടിക്കുന്നുണ്ടോ? അടിക്കുന്നുണ്ട്. ക്രിസ്മസിന് എന്താ അടിക്കണ്ടേ? എന്തെങ്കിലും അടിക്കാം. രേണുവിന്റെ ഫേവറേറ്റ് എന്താണ്? എന്തായിരിക്കും എന്നെ കണ്ടിട്ട്? മാജിക് മൊമെന്റ്. ഇതൊക്കെ അറിയാം. ആണോ? അറിയാവോ? മാജിക് മൊമെന്റ് ആണോ? അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും കഴിച്ചിട്ടില്ല. വല്ലപ്പോഴും കേട്ടോ. എങ്ങനെയുണ്ട്? നമ്മൾ നല്ല ഫസ്റ്റ് ക്ലാസ് കള്ളുകൂടിച്ചിയാ, പിന്നെയാണ് ആ മകനെ വിലക്കാൻ പറ്റുന്നത്. ഇനി ആ ചെറിയ കുഞ്ഞ് വളർന്നു വന്നാലും ഇതൊക്കെ കണ്ട് ശീലിച്ചാൽ അതൊക്കെ തന്നെയായിരിക്കും വലിക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളുടെ വീട്ടിലുള്ള അറ്റ്മോസ്ഫിയർ നമ്മളെപ്പോഴും കാമാക്കിയും നല്ല സ്വച്ഛമാക്കിയൊക്കെ വെക്കുന്നതിൻ്റെ റീസൺ എന്താണെന്നറിയാം. നമ്മുടെ കുഞ്ഞുങ്ങൾ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ വളർന്നാലേ അവർ നല്ല കുട്ടികളായിട്ട് മുൻപോട്ട് വരികയുള്ളൂ. അടുത്ത ജനറേഷൻ നന്മയുള്ളതാകണം. കള്ളും കുടിച്ച് പേത്ത് നടക്കുന്നവരാകരുത്. പയ്യൻ ഓൾറെഡി ക്രൈം ലിസ്റ്റിലാണ്. അവന് വിദേശത്തോ മറ്റെന്തെങ്കിലും നല്ല ഒരു ജോലി കിട്ടാനോ സാധ്യത വളരെ കുറവുള്ളൊരു സംഗതിയാണ് ഈ പറഞ്ഞത്. അപ്പോൾ പൈലറ്റ് പോലുള്ളൊരു ഇതിന് ആപ്ലിക്കേഷൻ കൊടുക്കണമെന്നാണ് ഇവള് പറയുന്നത്. മദ്യപിച്ച് വണ്ടി ഓടിച്ച് ആക്സിഡന്റ് ആക്കിയ ഹിസ്റ്ററി ഉള്ള ഇവനിക്ക് ഒരു കാരണവശാലും അതിനകത്ത് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ഒരു അറിവ് അങ്ങനെയാണ്. രണ്ടാമത്തെ കാര്യം, തങ്കച്ചനും മകളും കൂടെ നന്നായി കുടിക്കും. ഇഷ്ടംപോലെ ആൾക്കാർ ആ വീട്ടിൽ വരും. അതൊക്കെ ഒരു ഗസ്റ്റൊക്കെ വരുന്നത് നമുക്ക് വിലക്കാക്കുന്നത്. സെലിബ്രിറ്റി ആണല്ലോ, ഇഷ്ടംപോലെ വരും. ഇതിൽ നമ്മൾ സദാചാരവാദം പറയണമെന്ന് നമ്മുടെ തലയിൽ കയറുന്നവരോട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ ചോദ്യമാണ്, ഒരു പെൺകുട്ടിക്ക് ഭർത്താവ് നഷ്ടപ്പെട്ടു, കുഞ്ഞുങ്ങളുമായി പകച്ച് പണ്ടാരടങ്ങി നിൽക്കുകയാണ്, നമ്മൾ സഹായിക്കുകയാണ്. നമ്മളുടെ സഹായം വാങ്ങി അവൾ വീട് വയ്ക്കുന്നു, കാറ് വാങ്ങുന്നു, അവൾ സ്വസ്ഥമായി ജീവിച്ചു പോകുന്നു, സന്തോഷം തന്നെയാണ്.
അതേ പെണ്ണ് തോന്നിവാസം കാണിച്ചാൽ നിങ്ങൾ മിണ്ടില്ലേ? ഞാൻ മിണ്ടും, ഞാൻ നല്ല പറയും. കാരണം നമ്മൾ കൊടുത്ത സെക്യൂരിറ്റിയാണ് അവൾക്കുള്ളത്. അത് മര്യാദയ്ക്ക് ജീവിച്ചു പോകാനാണ്. അതെന്താ വീട്ടിൽ ഗസ്റ്റ് വന്നാൽ മര്യാദ കുറയുമോ? ഇപ്പോൾ അവൾ പറഞ്ഞത് കേട്ടില്ല, എന്താണ് മാജിക് മൊമെന്റ്. നമ്മളൊക്കെ പലതും കേട്ടിട്ടുണ്ട്, ഇങ്ങനെ കള്ള് ഷാപ്പ് ഉണ്ടെന്ന്, കള്ള് തുട്ടി അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പിന്നെന്താണ് വിസ്കി, റമ്മ്, ഓടുക്ക, ഇതൊക്കെ നമ്മളിങ്ങനെ എയർപോർട്ടിൽ വരുന്ന സമയത്ത് അവിടെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് കണ്ട് വായിച്ച് പരിചയമാണ്. അത്യാവശ്യം നമ്മുടെ ആണുങ്ങളൊന്നും ഇങ്ങനെ കള്ളു കുടിച്ച് ഇങ്ങനെ കൊഴുത്ത് പിടിച്ച് നടക്കുന്ന സാധനങ്ങളല്ല. അതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി വലിയ പരിചയഗ്രാഹ്യങ്ങളൊന്നുമില്ല. ബിയറൊക്കെ കേട്ടിട്ടുണ്ട്, ബിയറൊക്കെ കഴിക്കുന്ന ആളുകളെ കണ്ടിട്ടുമുണ്ട്. പക്ഷെ അതിനൊന്നും ഇങ്ങനത്തെ ഒരു ഭ്രാന്തില്ല. ഓർത്തോക്ക് വളരെ അഭിമാനത്തോടു കൂടി കൊഞ്ചി കുഴഞ്ഞ് കൂത്തടിച്ച് അങ്ങ് പറയുകയാണ്, ഞാൻ മാജിക് മൊമെന്റ്സിൻ്റെ ആളാണ്, എൻ്റെ ബ്രാൻഡ് മാജിക് മൊമെന്റ്സ് ആണ്. ഇതിൻ്റെ വിലയൊക്കെ നല്ല എക്സ്പെൻസീവ് ആണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അതൊക്കെ പിള്ളേർക്ക് അറിയുള്ളൂ, അവന്മാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവാണ്. എനിവേ, വിലയുടെ കാര്യം ഞാൻ പറയുന്നില്ല. കഴിക്കാൻ ആഹാരമില്ലാതെ, കുട്ടികളെ നോക്കാൻ പറ്റാതെ, കുട്ടികളുടെ ഫീസ് അടയ്ക്കാൻ കഴിയാതെ നിസ്സഹായായി നിന്ന ഒരു അമ്മയെ സഹായിച്ച മന്ദബുദ്ധികളെ ഈ കാണിക്കുന്നത് നല്ലതാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ? എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അവരധ്വാനിക്കുന്നു, അവർ ജീവിക്കുന്നു, അവരധ്വാനിക്കുന്നു, അവർ കുടിക്കുന്നു. ഇതേപോലൊരു കുടിയൻ ഉണ്ടായിരുന്നു. ആ കുടിയൻ്റെ കുടി കൊണ്ടാണ് അവനൊരു വീട് പോലും ഉണ്ടാക്കി വെക്കാൻ സാധിക്കാതെ മരണപ്പെട്ടു പോയപ്പോൾ അവൻ്റെ പെണ്ടാട്ടിയെ നിങ്ങൾക്കൊക്കെ തലയിൽ ചുമക്കേണ്ടി വന്നു. ഒരു ദിവസത്തെ നിങ്ങളുടെ വേതനം എത്രയാണ്? ഇപ്പം ഞാൻ ഒരു ദിവസം ഒരു 1000 രൂപ ഏൺ ചെയ്യുന്നു എന്ന് വെക്കാം. എൻ്റെ അവകാശം എത്രയാണ്? ടാക്സ് കഴിഞ്ഞിട്ട് ഒരു 900 എൻ്റെതാണെന്ന് വെക്കാം. ഈ 900-ൽ ആരാണ് എൻ്റെ അവകാശികൾ? എൻ്റെ കുഞ്ഞുങ്ങൾ, എൻ്റെ സ്വസ്ഥമായ ജീവിതത്തിലേക്ക് വലിയ അവകാശമുള്ളത്. ഇതിൽ നിന്ന് ഞാനൊരു തുക മനസ്സറിഞ്ഞൊരു 100 രൂപ കൊടുക്കുകയാണ് ഇന്നൊരാൾക്ക്. ആ കൊടുത്ത ആള് സ്വസ്ഥമായി ജീവിക്കുന്നോ ഇല്ലെന്ന് നമ്മൾ അന്വേഷിക്കത്തില്ലേ? നമ്മൾ ഈ പൈസ കൊടുക്കുമ്പോൾ നമുക്കിവിടെ 100 രൂപയ്ക്കുള്ള ചെലവുകൾ നമ്മൾ കുറയ്ക്കും. ഹോസ്പിറ്റൽ കേസ് വരാം, നമ്മുടെ അമ്മയ്ക്ക് ഒരു അസുഖമായിരിക്കും, മരുന്ന് വാങ്ങിക്കാനുള്ള പൈസയിൽ കുറയ്ക്കാം, ആഹാരത്തിൽ കുറയ്ക്കാം. ഒരു 100 രൂപയുടെ മീൻ വാങ്ങിക്കാൻ പോകുന്നത് നമ്മൾ 50 രൂപയുടെ വാങ്ങിക്കുള്ളൂ. ഇന്ന് ഇത്തിരി 50 രൂപയുടെ കഴിച്ചാൽ മതി, കാരണം നമ്മളവിടെ കൊടുത്തതുണ്ട്, അതൊന്ന് ടാലി ചെയ്യാൻ എന്ന് നമ്മൾ ചിന്തിക്കും. ഇതെല്ലാം ചെയ്ത ശേഷം കൊടുത്തിരിക്കുന്ന പണം അവരെന്ത് ചെയ്തു എന്ന് കൗതുകത്തോടു കൂടി പോയി നോക്കുമ്പോൾ ഞാൻ മാജിക് മൊമെന്റ്സ് ആണ് കഴിച്ചണേന്ന് പറയുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന വികാരം ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? എനിക്കാണെങ്കിൽ ചേരുപൂരി അടിക്കാൻ തോന്നും. സിമ്പിളാണ്. ഇനി ബിഷപ്പുമായിട്ട് റിലേറ്റ്, ഞാൻ ഇവരുമായിട്ട് ഉടക്കുന്നതെന്നൊക്കെ പറഞ്ഞ് പലരും ഇങ്ങനെ വീഡിയോസൊക്കെ ഇടുന്നു. ഞാൻ ഇവരുമായിട്ട് ഉടക്കാൻ മാത്രമുള്ള ഒരു സാധനം അതില്ല. സത്യം പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. എൻ്റെ പ്രോബ്ലം, നിങ്ങളെ സഹായിച്ചവരെ നിങ്ങൾ ഉപദ്രവിച്ചു. ഇപ്പോൾ ഫിറോസിനെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാനൊന്നും മിണ്ടാൻ പോയില്ല. കാരണം അവർ പറഞ്ഞു അവരുടെ പൊട്ടി പൊളിഞ്ഞു, അവിടെ പൊളിഞ്ഞു, ഇവിടെ പൊളിഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ ഒരു വീട് വെച്ചല്ലോ, ആ വീട്ടിൽ ചെറിയ ഡാമേജ് ഒക്കെ ഉണ്ട്, ചെറിയ തല വലുതായ ഡാമേജ് ഉണ്ട്. ഈ ഇടയ്ക്ക് തന്നെ അതിന് ചായ പറക്കിപ്പോൾ 8000 രൂപ എനിക്ക് ചിലവായിട്ടുണ്ടായിരുന്നു. അതിപ്പം വീണ്ടും പൊളിഞ്ഞ് കിടക്കണം, ഞാൻ വീണ്ടും റിപ്പയർ ചെയ്ത് വീണ്ടും ചെയ്യണം. ഒരു തെങ്ങുണ്ടായിരുന്നു, ആ തെങ്ങിൽ നിന്ന് ഓലയും തേങ്ങയൊക്കെ വീണ് അത് വീണ്ടും പൊട്ടി എന്ന് പറയുന്നത് കേട്ടു. അപ്പം വേറെ നിവൃത്തിയില്ല. അപ്പോൾ അത് നമ്മൾ വീണ്ടും ചെയ്തേ പറ്റുള്ളൂ. അല്ല, അത് അന്ന് ചെയ്തു തന്നവൻ്റെ ഉത്തരവാദിത്വം ഒന്നും મને കയറി ഇരിക്കാൻ പറ്റുമോ? ഏറിയിരുന്നാൽ അവിടെ ചോറും കറിയും വെക്കാനായിട്ട് ചെല്ലുമ്പോൾ തലേ തേങ്ങ വീഴും. അത് ശരിയാക്കേണ്ട ഉത്തരവാദിത്വം എന്താണ്? എക്കാലത്തും എല്ലാവരും സഹായിക്കുകയൊന്നുമില്ല. പക്ഷെ അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു സ്റ്റേജിലല്ല രേണു ഉള്ളത്. അപ്പം ഞാൻ എന്താ അതിനെപ്പറ്റി ഒന്നും പറയാൻ പോയില്ല. ഈ ഫിറോസിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഒരു വിഷയമുണ്ടല്ലോ, ഇതിനെപ്പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചപ്പോഴത്തേക്ക് പെട്ടുപോയി, ഇനി എന്ത് ചെയ്യാൻ പറ്റും, പെട്ടുപോയി, ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല, ഞാൻ ഇതും കൂടെ ചെയ്ത് ശരിയാക്കി കൊടുക്കും, ഞങ്ങൾക്ക് ഇവർ മൂലം ഞങ്ങൾക്ക് ഒരുപാട് നഷ്ടമുണ്ട്, ഒത്തിരി പേര് ഞങ്ങളുടെ പേര് ഡാമേജ് ആയി എന്നൊക്കെ അയാൾ പറയുന്നതിനപ്പുറം അയാൾക്ക് അത് കൂടുതലൊന്നും പറയാനില്ല. ഇനി അതേപോലെ തന്നെ താജ് പത്തനംതിട്ട, അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചു, എനിക്കൊരു പേപ്പർ റെഡിയാക്കാനുണ്ടായിരുന്നു. കുട്ടികളെ കാണാനായിട്ട് ഒരു അമ്മ വന്നിരുന്നല്ലോ, അവരുടെ കുട്ടികളുടെ സർട്ടിഫിക്കറ്റ് മറ്റുമൊക്കെ ഒന്ന് കളക്ട് ചെയ്ത് തരാൻ പറ്റുമെന്ന് വെച്ചപ്പോൾ പുള്ളിക്കാരൻ്റെ ഹോൾഡ് ഉപയോഗിച്ച് വിത്തിൻ മിനിറ്റിൽ എനിക്ക് സംഗതി ഫോർവേഡ് ചെയ്ത് തന്നിരുന്നു, ഹെൽപ്പ് ചെയ്ത് തന്നിരുന്നു. കാല് വയ്യാത്തത് കൊണ്ടാണ് സപ്പോർട്ട് ചെയ്തത്. എനിക്ക് അദ്ദേഹത്തിൻ്റെ കഴിവിലും ആ ഒരു സ്പീഡിലും ഒക്കെ ഭയങ്കര സന്തോഷം തോന്നി. ഇത്രയും വേഗത്തിൽ നമ്മൾ നേരിട്ട് കണ്ടിട്ട് പോലുമില്ല, പക്ഷെ ഒരു പെൺകുട്ടിക്ക് അവളുടെ മക്കളെ കണ്ടെത്താനാണ്, ആ മക്കളിലേക്ക് എത്തിക്കാനാണ് എന്നുള്ളത് കൊണ്ട് എത്ര സ്പീഡിൽ അത് ആ ഒരു ഡോക്യുമെൻ്റ് എത്തിച്ചു തന്നപ്പോൾ ഭയങ്കര സമാധാനവും സന്തോഷവും തോന്നിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആ മനുഷ്യനോടും ചോദിച്ചു, ഇതിൻ്റെ ഒരു നിജസ്ഥിതി എന്താണെന്ന്. ഒരുപാട് കാര്യങ്ങളുണ്ട് കുഞ്ഞെ, എനിക്കതൊന്നും പറയാൻ താല്പര്യമില്ല, എന്തായാലും പെട്ടു, കേൾക്കേണ്ടത് കേട്ടു, ഇനി അതിനകത്തേക്കൊന്നും ഞാനില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി നമുക്ക് ബിഷപ്പിലേക്ക് വരാം. ബിഷപ്പിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ ബിഷപ്പ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടിക്കരയണ ഒരു സ്റ്റേജിലാണ് പുള്ളി ഉള്ളത്. കാരണം പെട്ടുപോയി, അവരും പെട്ടുപോയി. എങ്ങനെ? ഈ വസ്തു എല്ലാവരും 5 സെൻറ്റൊക്കെ കൊടുത്താൽ 2 സെൻറ്റ് കൊടുത്താലും മതി, പുള്ളി 7 സെൻറ്റാണ് കൊടുത്തത്. പ്ലോട്ട് തിരിച്ചപ്പോൾ അങ്ങനെയാണ് കൊടുക്കാനുള്ള ഒരു തീരുമാനമായത്. ആ 7 സെൻറ്റ് ഇവർക്ക് കൊടുത്തു. ഇതിൻ്റെ അടുത്ത് തന്നെ അദ്ദേഹവും ഒരു കുടില് പോലെ ഒരെണ്ണം ഉണ്ടാക്കി, അതിനകത്താണ് പുള്ളി താമസം. പുള്ളിക്ക് വിചാരിച്ചാൽ പറ്റാനിട്ടല്ല, പക്ഷെ അങ്ങനെ സാത്വികനായി ജീവിക്കാനാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനം. അതുകൊണ്ടാണ് കൊടുത്ത വീട് വെച്ചു, സന്തോഷം. ഇത്രയധികം കോൺട്രവേഴ്സി പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടായി.
ഒക്കെ അതിൻ്റെ മുകളിൽ അദ്ദേഹം പറയാനൊന്നുമില്ല, മിണ്ടാതിരുന്നു. ഇടയ്ക്ക് ആരൊക്കെയോ പോയി ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് എന്തൊക്കെയോ വീണു. അതിനെ തുടർന്ന് അപ്പുറത്ത് കിടന്ന് ഒച്ചയിട്ടു, ഓടി ഇടിച്ചങ്ങോട്ട് കയറി ചെന്നു. അങ്ങനെ കുറേ ഇഷ്യൂസ് അദ്ദേഹവും നേരിട്ടു. അതൊക്കെ വിട്ട് മിണ്ടാതിരിക്കാമെന്ന് വെക്കുമ്പോൾ രാത്രി പാതിരാത്രിയുമ്പോൾ അപ്പനും മോളും കൂടെ കള്ള് കുടിച്ചിട്ട് അവിടെ നിന്നുകൊണ്ട് ഇവിടെ നോക്കിയിട്ട് ഉച്ചത്തിൽ പാട്ടും ബഹളവും കൂത്തുമാണ്. ഇത് കാണുന്ന ഒരു പുരോഹിതൻ്റെ അവസ്ഥയൊന്നും ആലോചിക്കുകയാണ്. കാശ് കൊടുത്ത് കടിക്കണ പട്ടിയെ വാങ്ങിച്ച് വേണ്ടാത്തടം കാണിച്ചു കൊടുത്ത് അവിടം കടിച്ചോ എന്ന് പറഞ്ഞൊരു അവസ്ഥയിലാണ് ഇവളെ സഹായിച്ച ഓരോ വ്യക്തികളും. ബിഗ് ബോസിനകത്ത് പോയപ്പോൾ തന്നെ ആ ഹെയർ എക്സ്റ്റൻഷൻ വെച്ച പെണ്ണുമ്പിളയെ കണ്ടതല്ലേ? എൻ്റെ ഒരു അഭിപ്രായം പറയട്ടെ, ആ ഹെയർ എക്സ്റ്റൻഷൻ കൊള്ളത്തില്ല, അവിടെ ശരിയല്ല. അവളുടെ മുടി കണ്ടില്ലേ? അത് കണ്ടവർക്ക് നിങ്ങൾക്ക് വേറെ വെക്കണമെന്ന് തോന്നുന്നത് ഒരു ഒറിജിനാലിറ്റിയും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഇത്രയും മോശം പറഞ്ഞിട്ടും ഇവരവളെ തട്ടിപ്പൊത്തി കൂടെ കൊണ്ടു നടക്കുന്നത്. വീണ്ടും അവൾക്ക് മെലനിൻ ട്രീറ്റ്മെൻറ്റ് മറ്റതും മറിച്ചതും ഒക്കെ ചെയ്തു കൊടുക്കുന്നതിൻ്റെ റീസൺ വായ ഉറക്കാതിരിക്കാനാണ്. പക്ഷെ ഇവർക്കാർക്കും അങ്ങനെ ഒരു അവസ്ഥയില്ല. എന്തുകൊണ്ടെന്നറിയാമോ? അവർക്കൊന്നും അങ്ങനെ ഇവള് വായ തുറന്നുമ്പോൾ നഷ്ടപ്പെടാനില്ല. അവരാരും അത്രയും കീടത്തരം ചെയ്യുന്ന മനുഷ്യരുമല്ല. അവർ സമൂഹത്തിന് നന്മ ചെയ്യുന്ന മനുഷ്യരാണ്. അപ്പം പിന്നെ അവരത് മിണ്ടാതിരിക്കുകയല്ലേ ചെയ്യുള്ളൂ. ഈ ബിഷപ്പിനെ അവിടെ നിന്ന് പായിക്കുക എന്നുള്ള അടുത്ത ഉദ്ദേശമാണ്. കാരണം അങ്ങനെ ഒരു അവസ്ഥ വരുമ്പം നല്ല ഫണ്ട് ഇവർക്ക് റേസ് ആയിട്ടുണ്ട്. കാരണം ഇവളുടെ അക്കൗണ്ടിലേക്കാണ് എല്ലാവരും 5ഉം 10ഉം ഒക്കെ ഇട്ടത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ട് ജിഷയുടെ ഒരു അവസ്ഥ? ജിഷയുടെ അമ്മ എത്ര കോടി രൂപ വന്നെന്നറിയുമോ അവരുടെ ബാങ്കിലേക്ക്? ആദ്യം തുടക്കം കുറിച്ചത് ജയറാമാണ്. 2 ലക്ഷം രൂപയാണ് ജയറാം ഇട്ടത്. ജയറാം അതിടുമ്പോൾ ബാക്കി സിനിമാ നടന്മാരൊക്കെ എത്രത്തോളം ഇടുമെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അവസാനം ജയറാം പറഞ്ഞു 2 ലക്ഷം ഞാൻ അവർക്ക് കൊടുത്തതിൽ ഞാൻ ഖേദിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് ഇവരെയും കൊണ്ടെത്തിച്ചിട്ടുണ്ട്. നല്ല പൈസ വന്നിട്ടുണ്ട്. പുള്ളിക്കാരൻ്റെ അടുത്ത് വന്ന് കാര്യമായി പറഞ്ഞാൽ ആ കിടക്കുന്ന പ്രോപ്പർട്ടി പുള്ളി കൊടുക്കും. പക്ഷെ അത് പറ്റത്തില്ല. കുറച്ചുകൂടെ വില കുറച്ച് ഫ്രീ ആയിട്ട് അവർക്ക് കിട്ടണം. അതെങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കോംപ്ലിക്കേറ്റഡായി വിറ്റുപോകാത്ത വസ്തുക്കൾ പെട്ടെന്ന് വിറ്റൊഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ചെറിയ വിലയ്ക്ക് കൊടുക്കാൻ തയ്യാറാകും. ഒന്നത് മാർക്കറ്റ് ഡൗൺ ആണ്, റിയൽ എസ്റ്റേറ്റ് ഒക്കെ ഡൗൺ ആണ്. അപ്പോൾ പുള്ളിയെ എങ്ങനെയും ഫോഴ്സ് ചെയ്യിപ്പിച്ച് ആ വസ്തുവകകളിലൂടെ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണ് അച്ഛനും മകളും കൂടെ ഈ കാണിക്കുന്ന ഡ്രാമയൊക്കെ കാണിക്കുക. നമ്മൾ വിചാരിക്കുന്ന ഇവർക്ക് റീച്ചിന് വേണ്ടിയിട്ടാണ്. ഇതിന് ഒന്നുമല്ല. ആദ്യം പറഞ്ഞ എന്താണ്, ഞാൻ വേറൊരു വിവാഹം കഴിക്കും. ആ വിവാഹം കഴിക്കുന്ന ആള് കഴിക്കുന്നതിന് മുമ്പ് ഞാൻ പോയി സുധിച്ചേട്ടൻ്റെ അടുത്ത് പെർമിഷൻ, ചത്ത് മലന്ന് കിടക്കുന്നവരുടെ അടുത്ത് പെർമിഷൻ ചോദിക്കും. ഇനി പെർമിഷൻ അയാൾ കൊടുക്കും. ആ പെർമിഷൻ അനുസരിച്ചിട്ട് വിവാഹം കഴിച്ചിട്ട് വിളങ്ങ് മാറും. ഇതിനിടയ്ക്ക് തന്തിയാൻ പറയുന്ന ഒരു വാക്കുണ്ട്, അതൊന്ന് കേട്ടു നോക്ക്. ഋതപ്പനെ പറയുന്നില്ല, അവൻ ഒറ്റയ്ക്ക് ഇവിടെ താമസിക്കാൻ പറ്റുമോ? അവനെ ഞങ്ങൾ നാളെ പോകാം. ഈ കുഞ്ഞിനെ എവിടെ ഇട്ടിട്ട് പോകും? ഞങ്ങൾ ഇവിടെ ഇട്ടിട്ട് പോകണം. ഈ ഉത്തരവാദിത്തപ്പെട്ട ഇവിടെ താമസിക്കുന്ന രാജ്യം വാ. എനിക്കതേ പറയാനുള്ളൂ. ഉത്തരവാദിത്തപ്പെട്ട ഈ സോഷ്യൽ മീഡിയക്കാരുടെയും ഈ കുറെ യൂട്യൂബർമാരുടെയും ഈ വർത്തമാനങ്ങൾ കേട്ടല്ലേ അവരുടെ ആ രീതിക്ക് സംസാരിച്ച് അത് ഇങ്ങനെ അതുകൊണ്ട് എന്താ പറയുന്നത്, സ്വർഗം പോലെ തുള്ളിച്ചാടുന്ന കുറെ പ്രിയപ്പെട്ടവരോട്ടെ അവരിങ്ങോട്ട് വരട്ടെ. ഈ ഫിറോസ് ഉൾപ്പെടെ വരട്ടെ, വന്നിവിടെ അവർക്ക് ഇഷ്ടപ്പെട്ടവരോട് താമസിപ്പിക്കുക. ഈ 5.5 വയസ്സുള്ള കുഞ്ഞിനെ ആര് നോക്കും? പറയണോ താനൊക്കെ പറ. ഇപ്പോ മോള് ഏവന്റെ കൂടെ പോയി ഉണ്ടാക്കിയ കൊച്ചിനെ നാട്ടുകാർ നോക്കണോ? എന്താ ഇപ്പോ മകനും മകളും അല്ലെങ്കിൽ മകളും മകളുടെ കുഞ്ഞും ഒറ്റപ്പെട്ടു പോയി. സൊസൈറ്റിയിലല്ല, ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയി. നല്ല തന്തയാണെങ്കിൽ ചേർത്ത് പിടിച്ച് മാറി താമസിക്കുകയാണ് വേണ്ടത്. ഇത്രയധികം കോൺട്രവേഴ്സി വന്ന് ഇത്രയും ബാക്കി തർക്കങ്ങളൊക്കെ വന്നെടുത്ത് ഇനി അവിടെ കിടക്കണ്ട, എന്നെ കൊണ്ട് ആരോഗ്യമുണ്ട്, ഞാൻ നിന്നെ പൊന്നുപോലെ നോക്കും എന്നത് പറയുന്നിടത്ത് തന്ത എന്താ പറയണേ? ഞങ്ങളങ്ങ് മാറിയാൽ ആ കുട്ടിയെ വേറെ ആര് നോക്കും? നിങ്ങൾ ആ കുട്ടിയെ കൊണ്ടങ്ങ് മാറ്. നിങ്ങളെന്തിനാ ആ കൊച്ചിനെ അവിടെ വളർത്തിയിട്ട് പോകുന്നേ? ഇതൊക്കെ നമ്മൾ മുമ്പ് പലയിടങ്ങളിൽ പറഞ്ഞതാണ്. കള്ളും കുടിച്ച് പേത്ത് നടക്കുന്ന ഒരു മകളെ മൂക്കുകയറിടാൻ തന്തയ്ക്ക് പറ്റത്തില്ല. എന്താണെന്നറിയാം? തന്ത ഇതിനെക്കാട്ടും വലിയ കില്ലാടിയാണ്. അയാളുടെ ബ്രാൻഡ് ഏതൊന്നും കൂടെ അറിഞ്ഞാൽ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവും. ആകെ മൊത്തം കള്ളുകുടി കുടുംബം. ഇത് എന്തുകൊണ്ട് നമ്മൾ പറയണു? നിങ്ങൾക്ക് അസൂയാണോ, നിങ്ങൾക്ക് അതാണോ ഇതാണോ എന്നൊക്കെ കമൻസിൽ ഒരുപാട് പേര് ഒന്ന് തൊലിക്കുന്നുണ്ടായിരുന്നു. ഈ തൊലിക്കുന്നവരുടെ ഞാൻ പറയുന്നതാണേ, നിങ്ങൾ അവിടെ തൊലിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തുകൊള്ളുക, നിങ്ങളുടെ മൈൻഡ് സെറ്റ് അല്ല എൻ്റെത്. ഇപ്പം ഞാനൊരാളെ സഹായിക്കുമ്പോൾ അയാൾ തിരിഞ്ഞു കടിക്കുകയും അയാൾ മോശം പറയുകയും, ഇപ്പം എനിക്ക് കുറച്ച് പ്രോപ്പർട്ടി ഉണ്ട് എൻ്റെ നാട്ടിൽ, ഒരു ഏക്കറോളം ഉണ്ട്. അതിലൊരു 10 സെൻറ്റ് ഞാനൊരാൾക്ക് മനസ്സ് ആരുടെ കൊടുക്കുകയാണ്, ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്. അവിടെ നിന്നുകൊണ്ട് എന്നെ കൊക്കുറി കാണിക്കുകയും രാവിലെ എഴുന്നേറ്റ് ചീത്ത വിളിക്കുകയും രാത്രി കള്ളും കുടിച്ചിട്ട് തുണി നോക്കി കാണിക്കുകയൊക്കെ ചെയ്താൽ എനിക്കുണ്ടാവുന്ന ദേഷ്യം എത്രത്തോളം ആയിരിക്കും? ഇഷ്ടതാണെങ്കിൽ മിനിറ്റിൽ ഞാനത് ഡിലീറ്റ് ചെയ്യും, ഞാൻ ഇറക്കി വിടും, ഒരു തർക്കവും വേണ്ട. അതേസമയം ബിഷപ്പിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ബിഷപ്പ് കേൾക്കൂല, ചെയ്യൂല. അങ്ങേര് പറയണത് അത് ഞാൻ കൊടുത്തതിന്. അപ്പം ഞാനും പറഞ്ഞു അനുഭവിച്ചോ, അത്രേ ഉള്ളത്. അല്ല പിന്നെ എന്താ പറയുക, അനുഭവിച്ചോട്ടെ. മനുഷ്യൻ പറഞ്ഞാൽ മനസ്സിലാക്കട്ടെ.
ഇനി അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് റിക്വസ്റ്റ് ചെയ്യുകയോ വീഡിയോ ചെയ്യാൻ പറയുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. എൻ്റെ ചാനൽ അദ്ദേഹം വരാറുണ്ട്, എൻ്റെ എല്ലാ വീഡിയോസും അദ്ദേഹം കാണാറുണ്ട്. വേണമെങ്കിൽ അദ്ദേഹവും ഞാൻ തമ്മിൽ ചാറ്റ് ഹിസ്റ്ററി ഞാൻ പുറത്തുവിടാം, അത് ഇന്നും ഒന്നല്ലേന്നുമല്ല. ഇതിനൊക്കെ എത്രയോ നാൾ മുമ്പ് അദ്ദേഹം എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, നന്നായി ചെയ്തു, നന്നായി പറഞ്ഞു എന്ന്. പല വീഡിയോസിനെയും, അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന വീഡിയോസിനെ എനിക്ക് അദ്ദേഹം അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് മെസ്സേജ് അയക്കാറുണ്ട്. അങ്ങനെയുള്ളിടത്ത് എന്തിനാണ് ഈ ഇല്ലാവചനം പറഞ്ഞുണ്ടാക്കുന്നത്? ഇതുമല്ല, ഇന്നലെ പറഞ്ഞൊരു കാര്യത്തിനെ ബേസ് ചെയ്തിട്ട് ജാതിയെ പറഞ്ഞു. ഇവിടെ ജാതി വ്യവസ്ഥയ്ക്കെതിരെ ഏറ്റവും കൂടുതൽ ശബ്ദമുയർത്തിയ വ്യക്തിയാണ് ഞാൻ. ഇപ്പോഴും എനിക്ക് അങ്ങനെ തന്നെയാണ്. ജാതി വ്യവസ്ഥയെ ഞാൻ അനുകൂലിക്കുന്ന ഒരു വ്യക്തിയല്ല. അങ്ങനെയുള്ള ഞാൻ ജാതി അധിക്ഷേപം നടത്തി എന്ന് പറയുമ്പോൾ എളുപ്പത്തിൽ എന്തെങ്കിലും കാച്ചപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ നല്ല മിടുക്കിയാണ്. ആരൊക്കെ പറഞ്ഞു തരുന്ന ഇതാണ്. അവളുടെ റിയൽ ഫേസ് റിവീലാകുന്നത് എന്ന് പറഞ്ഞ് പലരും മെസ്സേജ് ഇടുന്നത്, വീഡിയോ ഇടുന്നത് കണ്ടിട്ടുണ്ട്. അവളുടെ റിയൽ ഫേസ് അല്ല, അതാണ് അവളുടെ ക്യാരക്ടർ. ഇതാണ് അവള്. ബാക്കിയൊക്കെ അവൾ പൊതിഞ്ഞ് മിണ്ടാട്ടം മുട്ടി നടന്ന് കാണിക്കുന്ന ഐഡിയാസാണ്. ഭർത്താവ് മരിച്ചു കിടക്കുമ്പോൾ നമ്മളെ കൊണ്ട് ഇനിയിപ്പം എന്ത് കുന്തോന്ന് പറഞ്ഞാലും എഴുന്നേറ്റൊന്ന് കുത്തിയിരിക്കാൻ തന്നെ മാസങ്ങൾ എടുക്കും. കൂടെ കിടന്ന ഭർത്താവിനോട് സ്നേഹമുണ്ടെങ്കിലുള്ള കാര്യമാണ് പറഞ്ഞത്. ഭർത്താവിന് ഇഷ്ടമാണ് ഞാൻ ഇങ്ങനെ ഒരുങ്ങിക്കെട്ടി നടക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഒരുങ്ങിക്കെട്ടി നടന്നാൽ അത് വിശ്വസിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. എന്ത് പേക്കോലവും കെട്ടിക്കൊണ്ട് നടക്കുക മാത്രമല്ല, ഞാനാണ് ഈ ലോകത്തിലേക്ക് വെച്ച് ഒരേ ഒരു വിധവ എന്ന അഭിനയം കൂടെ പെർഫെക്റ്റ് ആയിട്ട് അങ്ങോട്ട് തള്ളി തരുന്നുണ്ട്. അത് കാണുമ്പോൾ ജോലി ചെയ്ത് ജീവിക്കുന്ന സ്ത്രീകൾക്ക് അഭിമാന ക്ഷതമുണ്ടാകും. അവർ തിരിച്ചു പറയും, ഞങ്ങൾക്കുമൊക്കെ ഭർത്താവ് നഷ്ടപ്പെട്ടതാണ്. അതിനേക്കാൾ ഉപരി ഞാൻ ഫിസിക്കലി ചലഞ്ചിലാണ്. എനിക്ക് നടക്കാൻ നല്ല പ്രയാസമുള്ള ഒരാളാണ്, അത്രയും ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. ഞാൻ ജീവിക്കുന്നില്ലേ? അത് എന്തടിസ്ഥാനത്തിലാണ് ഇവക്ക് മാത്രം ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ എന്ന് കേൾക്കുമ്പോൾ ദേഷ്യം വരും. നിങ്ങൾ പണം കൊടുക്കരുതെന്നോ സഹായിക്കരുതെന്നോ അല്ല പറയുന്നത്. പാത്രം അറിഞ്ഞ് ദാനം ചെയ്യുക എന്ന് പറയുന്നത് എല്ലാ മതവിഭാഗക്കാരെയും പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു കാര്യമാണ്. ഈ വടയക്ഷിക്ക് നിങ്ങൾ പാത്രം അറിഞ്ഞ് ദാനം ചെയ്യും. അവളത് അർഹിക്കുന്നതാണോ എന്ന് ആലോചിക്കുക. നിങ്ങൾ കൊടുക്കുന്ന ഓരോ തുകയും അവൾ ചിലവാക്കുന്ന മാജിക് മൊമെൻറ്റ്സിലാണ്. കുട്ടുപിടി കൂടെ പഠിക്കുക എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. തന്തയും മോളും ആ പയ്യനും ഉൾപ്പെടെ നല്ല ഡ്രഗ് അഡിക്ട്സ് ആണ്. ഡ്രഗിൻ്റെ മീൻസ് ഇനി കഞ്ചാവെന്നൊന്നും ഞാൻ പറഞ്ഞില്ല, അതിനെ പറ്റിയൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ അവർ പറഞ്ഞ മദ്യത്തിനടിമയാണ് എന്നാണ് പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ കേട്ടുകൊണ്ടിരിക്കാൻ പറയരുത്. നമ്മൾ കാണുന്നത് പറഞ്ഞു പോകും. അപ്പോൾ അതിനകത്ത് മിസ്റ്റേക്ക് ഉണ്ടെന്ന് മനോടനെ കൊണ്ടുപോയി കേസ് കൊടുക്കുക, അവിടെ കിടന്നുണ്ടോ നിലവിളിക്കുക. ഇതിനൊന്നും ഉത്തരമില്ല. എന്താച്ചാ ചെയ്തോളൂ. ഇത് കണ്ടാൽ നമ്മൾ പറയും. ഞങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ പെടുന്ന ഒരു കാര്യമാണ്. ഈ ഇന്ത്യൻ പൗര എന്ന നിലയിൽ എനിക്ക് ചില റൈറ്റ്സ് ഉണ്ട്. ആ റൈറ്റ്സാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചത്. പിന്നെ എന്നെ തെറി വിളിച്ചാൽ, എന്നെ മോശം പറഞ്ഞാൽ ഞാൻ തിരിച്ചു പറയും. അതും എൻ്റെ റൈറ്റ്സിൽ പെടും. എനിക്കിപ്പോൾ കേസ് കൊണ്ടു കൊടുക്കാനൊന്നും താല്പര്യം. എൻ്റെ രേണു തെറി വിളിച്ചേ, കള്ളു കുടിച്ച് എന്നെ തെറി വിളിച്ചേ, ഇതൊന്നും എനിക്ക് പറയാൻ അറിഞ്ഞൂടാ. ഞാൻ പറയൂല. കൈ കിട്ടിയാൽ പൊട്ടിക്കുകയും ചെയ്യും. വേറെ എനിക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ടാണ് ഇത്രയേ ഉള്ളൂ. ഈ വിഷയത്തിൽ ഇനി ഞാൻ വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പുറത്തുനിന്ന് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഇത് തുടരുമെന്നുള്ളതിൽ സംശയലേശമന്യേ. ബാക്കി ഇവർ അപ്പനും മോളും അവിടെ കിടന്ന് തുള്ളി മറിയുന്നത്. ഞാൻ ബിഷപ്പിൻ്റെ അടുത്ത് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്, നിങ്ങൾ ആ കാഴ്ചകൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഷെയർ ചെയ്ത് തരിക. ഉണ്ടെങ്കിൽ, ഇല്ല എങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അയലോക്കവും അപ്പുറവും ഇപ്പുറവും ഒക്കെ ഉള്ള മനുഷ്യർ പറയണത് പാതിരാത്രി വെളുക്ക വണ്ടി വരവും പാട്ടും ബഹളവും ഒച്ചപ്പാടും ഒക്കെയാണ്. ഇതിൽ 1-2 ഇതുപോലെ വന്നിട്ടുമുണ്ട്. അതുകൊണ്ടാണ് ഇവന്മാർ അവിടെ കയറി ഇറങ്ങുന്നത്. ഈ വീഡിയോ പിടുത്തക്കാരന്മാർ കയറി ഇറങ്ങുന്നത്. അത്യാവശ്യം കള്ളും കാശും ഒക്കെ അവന്മാർക്കും കിട്ടുന്നുണ്ട്. അതാണ് എങ്ങനെയാണ് ഇതിൻ്റെ ഇതൊന്നും മനസ്സിലാകുന്നില്ല. ഒരു സിമ്പതിയും അർഹിക്കാത്തൊരു സ്ത്രീക്കാണ് നിങ്ങൾ അകമഴിഞ്ഞ സഹായം കൊടുത്തത് എന്ന് മാത്രം മനസ്സിലാക്കുക. അത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ്. ഞാനത് എത്തിച്ചിട്ടുണ്ട്. ഇനി ഇവർക്ക് സപ്പോർട്ട് പറഞ്ഞുകൊണ്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് കിടന്ന് കുരയ്ക്കുന്നവരെടുത്ത് ഞാൻ പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, നടുവിരൽ നമസ്കാരം. നന്ദി. കമൻസിന് ഞാൻ ഒരു മറുപടി തരുന്നുണ്ട്, ഇപ്പോഴല്ല.